TallyHelp വീഡിയോസിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഒരൊറ്റ കമ്പനിയിൽ ഒന്നിലധികം GST രജിസ്ട്രേഷൻസ് അല്ലെങ്കിൽ GSTIN or UINs എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, നിങ്ങളുടെ ഏതെങ്കിലും GST രജിസ്ട്രേഷനായി എങ്ങനെ ഇടപാടുകൾ റെക്കോർഡ് ചെയ്യാമെന്നും GST റിപ്പോർട്ട്സ് കാണാമെന്നും നിങ്ങൾ പഠിക്കും. കൂടാതെ ഒരു നിർദ്ദിഷ്ട വൗച്ചർ ടൈപ്പിനായി ഡീഫോൾട്ട് GST രജിസ്ട്രേഷൻ എങ്ങനെ സജ്ജമാക്കാമെന്ന് നിങ്ങൾക്കറിയാനും കഴിയും. അതോടൊപ്പം ഒരൊറ്റ അല്ലെങ്കിൽ എല്ലാ GST രജിസ്ട്രേഷൻസിനുമായി GST റിട്ടേൺസ് കാണുകയും എക്സ്പോർട്ടിംഗ് നടത്തുകയും ചെയ്യുന്ന പ്രക്രിയയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വൗച്ചർ നമ്പറിംഗ് സീരീസ്, വൗച്ചർ ടൈപ്സിലെ എല്ലാ GST രജിസ്ട്രേഷൻസിനുമായി പൊതുവായ വൗച്ചർ നമ്പറിംഗ് എന്നീ ആശയങ്ങൾ മനസ്സിലാക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ബിസിനസ്സിന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രത്യേക GST രജിസ്ട്രേഷൻസ് ഉള്ള ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ TallyPrime Release 3.0യിലും പിന്നീടുള്ള റിലീസസിലും ഒരൊറ്റ കമ്പനിയിൽ നിങ്ങൾക്ക് ഒന്നിലധികം GST രജിസ്ട്രേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഒരൊറ്റ കമ്പനി ഡേറ്റ സൂക്ഷിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. അതിൽ നിങ്ങളുടെ എല്ലാ GST രജിസ്ട്രേഷൻസിനുമുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും റിപ്പോർട്ട്സ് കാണാനും കഴിയും. ആദ്യം നിങ്ങളുടെ കമ്പനിയിലേക്ക് ഒന്നിലധികം GST രജിസ്ട്രേഷൻസ് എങ്ങനെ ചേർക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കമ്പനി കർണാടകയിൽ സ്ഥാപിതമായതും തമിഴ്നാട്ടിൽ ഒരു ബ്രാഞ്ച് ഉള്ളതുമാണെന്ന് കരുതുക. F11 അമർത്തുക. എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GSTയിൽ എൻ്റർ അമർത്തുക. ഈ സ്ക്രീനിൽ നൽകിയ GST രജിസ്ട്രേഷൻ വിവരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് മറ്റു ബ്രാഞ്ചിൻ്റെ GST രജിസ്ട്രേഷൻ വിവരങ്ങൾ ഇവിടെ ചേർക്കാനും സാധിക്കും. ഒരൊറ്റ കമ്പനിയിൽ എല്ലാ GST രജിസ്ട്രേഷൻ്റെയും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. ക്രിയേറ്റ് അനദർ GST രജിസ്ട്രേഷൻ ഫോർ ദ കമ്പനി എന്നത് യെസ് എന്നാക്കി സെറ്റ് ചെയ്ത് സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മറ്റ് ബിസിനസ്സിൻ്റെയോ ബ്രാഞ്ചിൻ്റെയോ GST രജിസ്ട്രേഷൻ വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നതിനുള്ള ഒരു സ്ക്രീൻ ദൃശ്യമാകും. നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ സ്റ്റേറ്റ്, GSTIN or UIN എന്നിവ എൻ്റർ ചെയ്യുക. എൻ്റർ അമർത്തുക. തുടർന്ന് സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യുക. വൗച്ചർ നമ്പറിംഗ് സീരീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഒന്നിൽ കൂടുതൽ GST രജിസ്ട്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ GST രജിസ്ട്രേഷൻസും സേവ് ചെയ്തതിന് ശേഷം മാത്രമേ മെസ്സേജ് ദൃശ്യമാകൂ. നിങ്ങൾക്ക് ഒന്നിലധികം രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എല്ലാ GST രജിസ്ട്രേഷൻസിനും പ്രത്യേക വൗച്ചർ നമ്പറിംഗ് സീരീസ് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഒരേ വൗച്ചർ നമ്പേഴ്സ് ഉപയോഗിച്ച് ടാക്സബിൾ ട്രാൻസാക്ഷൻസിൻ്റെ അപ്ലോഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിക്കുന്നില്ല. അതിനാൽ നിർദ്ദിഷ്ട GST രജിസ്ട്രേഷനായി വൗച്ചർ ക്രിയേഷൻ നടത്തുമ്പോൾ ഉപയോഗിക്കാനായി വൗച്ചർ നമ്പറിംഗ് സീരീസ് ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാ GST രജിസ്ട്രേഷൻ്റെയും വൗച്ചർ നമ്പറുകൾ വ്യത്യസ്തമാണെന്ന് ഉറപ്പാക്കുന്നു. Y അമർത്തുക. TallyPrime നിങ്ങളെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. വൗച്ചർ നമ്പറിംഗ് സീരീസ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വൗച്ചർ ടൈപ്പ് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, സെയിൽസിനായി വൗച്ചർ നമ്പറിംഗ് സീരീസ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സെയിൽസിൽ കർസർ വെച്ച് Alt S അമർത്തുക. നമ്പറിംഗ് സീരീസ് ഡീറ്റെയിൽ സ്ക്രീൻ കാണാൻ കഴിയും. സീരീസ് നെയിം നൽകുക. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ പിന്തുടരുന്ന മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിംഗ് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ഓട്ടോമാറ്റിക്. ആവശ്യമുള്ള നമ്പറിംഗ് ബിഹേവിയർ ഓൺ ഇൻസേർഷൻ ഓർ ഡിലീഷൻ തിരഞ്ഞെടുക്കുക. സെറ്റ് ഓർ ഓൾട്ടർ അഡീഷണൽ നമ്പർ ഡീറ്റെയിൽസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സിലെ വൗച്ചർ നമ്പറിൽ ഒരു പ്രീഫിക്സ് അല്ലെങ്കിൽ സഫിക്സ് ചേർക്കുന്ന രീതി നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ സീരീസിനായി പ്രീഫിക്സ് അല്ലെങ്കിൽ സഫിക്സ് ചേർക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, ഓരോ പീരീഡിലും വൗച്ചർ നമ്പറിംഗ് റീസ്റ്റാർട്ട് ചെയ്യുന്ന രീതി നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് റീസ്റ്റാർട്ട് നമ്പറിംഗ് ഡേറ്റ്, സ്റ്റാർട്ടിംഗ് നമ്പർ, പീരിയോഡിസിറ്റി എന്നിവ വ്യക്തമാക്കാൻ കഴിയും. നമ്പറിംഗ് സീരീസ് ഡീറ്റെയിൽ സ്ക്രീനിലേക്ക് മടങ്ങാൻ എസ്കേപ്പ് അമർത്തുക. സേവ് ചെയ്യാൻ Ctrl A അമർത്തുക. അനുബന്ധമായ വൗച്ചർ ടൈപ്പ് ഓൾട്ടറേഷൻ സ്ക്രീനിലും നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കർണാടകയ്ക്ക് കീഴിൽ
വ്യത്യസ്ത വൗച്ചർ ടൈപ്സിനായി വെവ്വേറെ സീരീസ് ഉണ്ടായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആവശ്യാനുസരണം നിങ്ങൾക്ക് പർച്ചേസിനായി കർണാടക/പർച്ചേസ്, ക്രെഡിറ്റ് നോട്ടിനായി കർണാടക/CN തുടങ്ങിയ സീരീസ് ഉണ്ടാക്കാൻ കഴിയും. Alt-G അമർത്തുക, ഓൾട്ടർ മാസ്റ്റർ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യുക. പിന്നീട് വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്ത് എൻ്റർ അമർത്തുക. F12 അമർത്തുക. ഡിഫൈൻ മൾട്ടിപ്പിൾ നമ്പറിംഗ് സീരീസ് ഫോർ വൗച്ചേഴ്സ് എന്നതിലും യെസ് സെറ്റ് ചെയ്യുക. ഇനി വൗച്ചർ ടൈപ്പ് ഓൾട്രേഷൻ സ്ക്രീനിൽ ഡിഫൈൻ മൾട്ടിപ്പിൾ നമ്പറിംഗ് സീരീസ് ഫോർ വൗച്ചേഴ്സ് എന്നത് യെസ് ആക്കി ക്രിയേറ്റ് സീരീസ് സെലക്ട് ചെയ്യുക. വിശദാംശങ്ങൾ നൽകുക. സീരീസ് സേവ് ചെയ്യാൻ Ctrl+A അമർത്തുക. എസ്കേപ്പ് അമർത്തുക. വൗച്ചർ ടൈപ്പ് സേവ് ചെയ്യുന്നതിന് Ctrl+A അമർത്തുക. അതിനുശേഷം നിങ്ങൾ എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST സെലക്ട് ചെയ്ത് GST ഡീറ്റെയിൽ സ്ക്രീനിൽ പോകുമ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് GST രജിസ്ട്രേഷൻ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. GST ഡീറ്റെയിൽ സ്ക്രീനിൽ എല്ലാ GST രജിസ്ട്രേഷൻസിനുമായി GST, HSN/SAC കോഡ് എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ പൊതുവിശദാംശങ്ങളും നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു നിർദ്ദിഷ്ട GST രജിസ്ട്രേഷനു വേണ്ടി ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. Alt-G അമർത്തി ക്രിയേറ്റ് വൗച്ചർ സെലക്ട് ചെയ്യുക. Ctrl+I അമർത്തുക. GST രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക. തുടർന്ന് എൻ്റർ അമർത്തുക. സീരീസ് നെയിമിന് കീഴിൽ സീരീസ് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് വൗച്ചർ നമ്പർ സെറ്റ് ചെയ്യുക. സിസ്റ്റം ഡീഫോൾട്ട് പോലെ. പാർട്ടി ലെഡ്ജർ തിരഞ്ഞെടുക്കുക. ഡിസ്പാച്ച് ഡീറ്റെയിൽസ്, പാർട്ടി ഡീറ്റെയിൽസ് എന്നിവ നൽകുക. അല്ലെങ്കിൽ മുൻകൂട്ടി പൂരിപ്പിച്ച വിവരങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. മറ്റ് വിശദാംശങ്ങൾ എൻ്റർ ചെയ്യുക. സേവ് ചെയ്യുന്നതിന് Ctrl+A അമർത്തുക. ഇനി മുതൽ ഈ രജിസ്ട്രേഷന് കീഴിലുള്ള സെയിൽസ് വൗച്ചർ ടൈപ്പിനായി ഈ സീരീസ് ഉപയോഗിക്കും. വൗച്ചറിൽ മറ്റ് വിശദാംശങ്ങൾ എൻ്റർ ചെയ്ത ശേഷം സേവ് ചെയ്യുന്നതിന് Ctrl+A അമർത്തുക. ഇനി വ്യത്യസ്തമായ GST രജിസ്ട്രേഷനുള്ള മറ്റൊരു വൗച്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. രജിസ്ട്രേഷൻ മാറ്റുന്നതിന് F3 അമർത്തുക. GST രജിസ്ട്രേഷനുള്ള വൗച്ചർ നമ്പറിംഗ് സീരീസ് തിരഞ്ഞെടുക്കുന്നതിന് Ctrl+I അമർത്തി GST രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് തുറക്കുക. അതിനുശേഷം വിശദാംശങ്ങൾ എൻ്റർ ചെയ്യുക. സേവ് ചെയ്യാൻ Ctrl+A അമർത്തുക. ഇപ്പോൾ ഒരു പ്രത്യേക വൗച്ചർ ടൈപ്പിനായി ഒരു ഡീഫോൾട്ട് രജിസ്ട്രേഷൻ സജ്ജമാക്കാനും നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. ഒരു നിർദ്ദിഷ്ട രജിസ്ട്രേഷനായി നിങ്ങൾ പതിവായി ഒരു തരം വൗച്ചർ ഉണ്ടാക്കുന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന് ഒരു നിർദ്ദിഷ്ട GST രജിസ്ട്രേഷന് കീഴിൽ നിങ്ങൾ എല്ലാ ജേർണൽ വൗച്ചേഴ്സും ഉണ്ടാക്കുന്നു. വൗച്ചർ ടൈപ്പ് തുറക്കുക. ഡീഫോൾട്ട് GST രജിസ്ട്രേഷൻ തിരഞ്ഞെടുക്കുക. സേവ് ചെയ്യാൻ Ctrl+A അമർത്തുക. വൗച്ചർ ക്രിയേഷൻ സ്ക്രീൻ തുറക്കുക. ജേർണലിന് F7 അമർത്തുക. ഡീഫോൾട്ട് രജിസ്ട്രേഷൻ നമ്മൾ ഇപ്പോൾ തിരഞ്ഞെടുത്തതാണ്. ആവശ്യമെങ്കിൽ അത് മാറ്റാൻ F3 അമർത്തുക. ഇപ്പോൾ ചില വൗച്ചർ ടൈപ്സിൽ എല്ലാ GST രജിസ്ട്രേഷൻസിനും ഒരു പൊതു വൗച്ചർ നമ്പറിംഗ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. എല്ലാ GST രജിസ്ട്രേഷൻസിനും ഒരു പൊതു വൗച്ചർ നമ്പറിംഗ് ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ്. വൗച്ചർ ടൈപ്പ് തുറക്കുക. യൂസ് കോമൺ വൗച്ചർ നമ്പറിംഗ് ഫോർ ഓൾ GST രജിസ്ട്രേഷൻസ് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാൻ കഴിയില്ല. സ്വീകരിക്കുന്നതിന് Y അമർത്തുക. സേവ് ചെയ്യാൻ Ctrl+A അമർത്തുക. ഇനി മുതൽ ഈ വൗച്ചർ ടൈപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ വൗച്ചേഴ്സിൽ നിങ്ങൾ വൗച്ചർ നമ്പറിംഗ് സീരീസ് തിരഞ്ഞെടുക്കേണ്ടതില്ല. മെത്തഡ് ഓഫ് വൗച്ചർ നമ്പറിംഗ് അനുസരിച്ച് വൗച്ചർ നമ്പേഴ്സ് ഡീഫോൾട്ടായി അനുവദിക്കും. ഒന്നിലധികം GST രജിസ്ട്രേഷൻസുമായി ബന്ധപ്പെട്ട് GST റിപ്പോർട്ട്സ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം.
ഒരു നിർദ്ദിഷ്ട രജിസ്ട്രേഷനായി GSTR 1, GSTR 3B, GSTR 2A, ആനുവൽ കമ്പ്യൂട്ടേഷൻ റിപ്പോർട്ട് തുടങ്ങിയ GST കംപ്ലയൻസ് റിപ്പോർട്ട്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. GSTR 1 തുറക്കുക, Alt G അമർത്തുക, GSTR 1 ടൈപ്പ് ചെയ്യുകയോ സെലക്ട് ചെയ്യുകയോ ചെയ്യുക, എൻ്റർ അമർത്തുക. ടാലി പ്രൈമിലെ മറ്റേതൊരു GST ഇതര റിപ്പോർട്ട്സും പോലെ ഈ റിപ്പോർട്ടും ഉടനടി തുറക്കുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ ഇത് ഓൾ രജിസ്ട്രേഷൻസിനായി ഓപ്പൺ ചെയ്യുന്നു. നിങ്ങളുടെ കമ്പനിയിലെ എല്ലാ GST രജിസ്ട്രേഷൻസിലെയും ഇൻവോയ്സ്, ടാക്സ് ഇടപാടുകളുടെ സമ്പൂർണ്ണ രൂപം ഈ റിപ്പോർട്ട് നൽകുന്നു. നിർദ്ദിഷ്ട GST രജിസ്ട്രേഷനുള്ള റിപ്പോർട്ട് കാണുന്നതിന് F3 അമർത്തി GST രജിസ്ട്രേഷൻ തിരഞ്ഞെടുത്ത് എൻ്റർ അമർത്തുക. തിരഞ്ഞെടുത്ത GST രജിസ്ട്രേഷന് മാത്രമാണ് റിപ്പോർട്ട് തുറക്കുന്നത്. ഇനി GST റിട്ടേൺസ് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. GST പോർട്ടലിൽ ട്രാൻസാക്ഷൻസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ടാലി പ്രൈം ഉപയോഗിച്ച് നിങ്ങൾ അവ എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. Alt E അമർത്തുക, F2 അമർത്തുക. പീരീഡ് കാണുന്നതിന് ഫ്രം ടു ഡേറ്റ്സ് നൽകുക. നിങ്ങൾക്ക് എക്സ്പോർട്ട് GSTR 3B ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ F5 അമർത്തുക. ഓൾ രജിസ്ട്രേഷൻസിനായി എക്സ്പോർട്ട് GSTR 1 സ്ക്രീൻ ഡീഫോൾട്ടായി ദൃശ്യമാകും. ഒരു നിർദ്ദിഷ്ട GST രജിസ്ട്രേഷൻ്റെ റിട്ടേൺസ് എക്സ്പോർട്ട് ചെയ്യുന്നതിന് F3 അമർത്തി GST രജിസ്ട്രേഷൻ തിരഞ്ഞെടുത്ത് എൻ്റർ അമർത്തുക. X അമർത്തുക. തുടർന്ന് നിങ്ങൾക്കൊരു നിർദ്ദിഷ്ട ഫോൾഡറിലേക്ക് GST റിട്ടേൺ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ ഒന്നിലധികം GST രജിസ്ട്രേഷൻസ് ചേർക്കാനുള്ള സൗകര്യം എല്ലാ രജിസ്ട്രേഷൻസിനുമായി ഒരൊറ്റ കമ്പനി ഉപയോഗിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നു. ഒരു നിർദ്ദിഷ്ട രജിസ്ട്രേഷനുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും റിപ്പോർട്ട്സ് കാണാനും നിങ്ങൾക്ക് സുഗമമായി സാധിക്കും. നന്ദി. ടാലി പ്രൈമിൻ്റെ ഫീച്ചറുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ help.tallysolutions.com സന്ദർശിക്കുക. ഏറ്റവും പുതിയ വീഡിയോകൾക്കായി യൂട്യൂബിൽ ടാലി സൊല്യൂഷൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.